നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രൈസ്തവ സമുദായങ്ങളുമായുള്ള ബന്ധം അതിശക്തമാക്കാൻ വീണ്ടും ബിജെപി. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ക്രിസ്മസ് കാലത്ത് കേരളത്തിൽ ബിജെപി ഇതിനുവേണ്ടിയുള്ള ശ്രമം തുടരും. ബന്ധം അരക്കിട്ടുറപ്പിക്കാൻ ബിജെപി ഇത്തവണയും സ്നേഹയാത്ര നടത്തും. അതേസമയം അതിന് തുടക്കമായിരിക്കെയാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന്റെ വസതിയിൽ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വൈകിട്ട് ഡൽഹിയിലെ വസതിയിൽ സംഘടിപ്പിച്ച വിരുന്നിലാണ് പ്രധാനമന്ത്രിയും പങ്കെടുത്തത്. കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ക്രൈസ്തവ പുരോഹിതരുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പത്നിയും ചേർന്നാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഉണ്ണിയേശുവിന്റെയും പുൽക്കൂടിന്റെയും രൂപത്തിന് മുൻപിൽ പ്രധാനമന്ത്രി മെഴുകുതിരി തെളിയിച്ചു. കരോൾ സംഘത്തിന്റെ ഗാനവിരുന്നും ഒരുക്കിയിരുന്നു. ശ്രദ്ധയോടെ പരിപാടി വീക്ഷിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത്. ഉണ്ണിയേശുവിന്റെ രൂപമാണ് പ്രധാനമന്ത്രിക്ക് ജോർജ് കുര്യനും പത്നിയും ചേർന്ന് സമ്മാനിച്ചത്. സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. പ്രധാനമന്ത്രിക്ക് മാർ ജോർജ് ആലഞ്ചേരി ഉപഹാരവും നൽകി. പരിപാടിയുടെ ചിത്രങ്ങൾ പ്രധാനമന്ത്രി എക്സിലും പങ്കുവച്ചു. തൃശൂരിൽ ലോക്സഭാ സീറ്റിലടക്കം സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ക്രിസ്ത്യൻ സഭകളുടെയും ഇടപെടൽ ഉണ്ടെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. തൃശൂരിൽ ക്രിസ്മസ് കാലത്ത് ശക്തമായ രീതിയിൽ തന്നെ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്ന നിലപാടുകൾ എടുക്കും. ക്രിസ്മസ് അവധിക്കാലം മുതൽ പുതുവർഷം വരെയാണ് ഇത്തവണത്തെയും സ്നേഹയാത്ര. പുനഃസംഘടനയിൽ ബിജെപിയുടെ ഭാരവാഹി പട്ടികയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുമെന്നും പരിഗണനയിലാണ്. ക്രിസ്മസ് പുതുവത്സര കാലത്ത് കേക്കും പ്രധാനമന്ത്രിയുടെ ആശംസകളുമായി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവരുടെ വീടുകളിലെത്തും. സ്നേഹയാത്ര എന്ന പേരിലുള്ള ഭവന സന്ദർശനം 2023 നടത്തിയിട്ടുണ്ടായിരുന്നു. ഇത് വലിയ വിജയമായി എന്നാണ് വിലയിരുത്തൽ. ക്രിസ്മസ് അവധിക്കാലം മുതൽ പുതുവർഷം വരെയാണ് ഇത്തവണത്തെയും സ്നേഹയാത്ര. ബിജെപിയുടെ ഭാരവാഹി പട്ടികയിലേക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നതും പരിഗണനയിലാണ്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതും ക്രൈസ്തവ വോട്ടുകളെ ബിജെപിയിൽ അടുപ്പിക്കാൻ വേണ്ടിയാണ്. തൃശൂർ കോർപ്പറേഷനും തൃശൂർ നിയമസഭാ മണ്ഡലവും ഒക്കെ നേടാൻ ബിജെപി തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ചില അപ്രതീക്ഷിത നീക്കങ്ങളും ഉണ്ടാകും. സംസ്ഥാനത്താകെ മികച്ച വോട്ട് വിഹിതമുള്ള 60ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പാലക്കാടും തൃശൂരും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ബിജെപി ലക്ഷ്യമിടുന്നുണ്ട്. ജനറൽ സെക്രട്ടറിയായിരുന്ന ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയതിന്റെ ഗുണമുണ്ടാകുമെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. എല്ലാ വിഭാഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് ജോർജ് കുര്യൻ. കഴിഞ്ഞ ക്രിസ്മസിന് ബിജെപി നേതാക്കളും പ്രവർത്തകരും ക്രൈസ്തവ ഭവനങ്ങളിലെത്തിയിരുന്നു. അത് വിജയകരമായ പ്രചാരണമായിരുന്നു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ചുരുങ്ങിയ കാലത്തിനിടെ പാർട്ടിയിൽ ചേർന്ന ക്രൈസ്തവരുടെ എണ്ണം കൂടിയെന്നും പറയുന്നു. പഞ്ചായത്ത് തലത്തിൽ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ വ്യാപകമായ ഭവന സന്ദർശനത്തിലാണ് ഇത്തവണ ബിജെപി പദ്ധതിയിടുന്നത്. ഭവന സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ല, ക്രിസ്മസ് ആശംസകൾ നേരുക മാത്രമാണ് ഉദ്ദേശമെന്ന് പറയുമ്പോഴും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ബിജെപിയുടെ സ്നേഹയാത്ര.